So hello friends, once again welcome back friends. അപ്പോൾ നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അൺബോക്സിംഗിനായിട്ട് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഹമാൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഓവൽ ടൈപ്പ് കാർ സ്പീക്കറാണ്. സോ ഫ്രണ്ട്സ്, വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ബിഗിൻ. സോ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, ആ മണി നൈസ് അടിച്ചേക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീക്കർ വരുന്ന പാക്കേജ്. നമ്മൾ നോർമൽ എല്ലാ സ്പീക്കേഴ്സും വരുന്ന ഒരു ബൈൻ പാക്കേജിലാണ് വന്നിരിക്കുന്നത്. ഹമാൻ്റെ ബ്രാൻഡിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം അവിടെ കാണാം. hmos 690 എന്ന് പറയുന്ന ഒരു മോഡലാണിത്. നമുക്ക് ഓൺലൈനായും ഓഫ്ലൈനായും ഈ ഒരു സ്പീക്കർ സെറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. കാർ സ്പീക്കറാണ്, ഓവൽ ടൈപ്പ് സ്പീക്കറാണ്. ഇതിൻ്റെ സൈഡിൽ തന്നെ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ്, വാട്ട്സ്, മാഗ്നറ്റിൻ്റെ വലിപ്പം, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6x9 3-way കോയാക്സൽ ഓവൽ ടൈപ്പ് കാർ സ്പീക്കറാണ്. സോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിതിൻ്റെ ഓവറോൾ ഒരു ലുക്കും അതുപോലെ തന്നെ ഓവറോൾ ഒരു പാക്കേജിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ എനിക്ക് അത്ര ബെറ്റർ ക്വാളിറ്റി പാക്കേജിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. ഇത് പൊട്ടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത്ര ഒരു ബെറ്റർ ക്വാളിറ്റി പാക്കേജ് അല്ല. സോ നമ്മൾ സ്പെസിഫിക്കേഷനിലേക്ക് പോകുകയാണെങ്കിൽ 3-way കോയാക്സൽ സ്പീക്കറാണ്. 6x9 റബ്ബർ എഡ്ജിഡ് പോളിപ്രോപ്പിലിൻ കോണാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 300 വാട്ട്സ് പീക്ക് പവറും 100 വാട്ട്സ് RMS വാട്ടേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 25 mm 4 ohms ഇമ്പഡൻസ് വരുന്ന വോയിസ് കോയിലാണ്. മാഗ്നറ്റ് 100 mm ആണ് വന്നിരിക്കുന്നത്. 15 ounce ആണ്. അതുപോലെ തന്നെ 57 mm മൈലാർ ട്യൂട്ടറും അതുപോലെ 13 mm ഒരു വേറൊരു സെപ്പറേറ്റ് ഒരു മൈലാർ ട്യൂട്ടറും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു 3-way എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷനായിട്ട് പറയാനുള്ളത്. ഇമ്പഡൻസ് 4 ohms ആണ്. ഇതിൻ്റെ പ്രൈസിലേക്കും അതുപോലെ തന്നെ കൺട്രി ഓഫ് ഒറിജിനും കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ ഇത് ചൈനീസ് പ്രോഡക്റ്റാണ്. കൺട്രി ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് PRC ആണ്, ചൈനയാണ്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ പ്രൈസിലേക്ക് നോക്കുകയാണെങ്കിൽ 2500 രൂപ ഇതിനകത്തൊരു MRP അടിച്ചിട്ടുണ്ട്. സോ ഇതൊരു MRP പ്രിൻറ്റ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ വെൽട്ടൊക്കെ എടുത്ത സമയത്ത് MRP എന്നൊരു സംഗതി ഇല്ലായിരുന്നു. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആൻഡ് മാർക്കറ്റഡ് ഇൻ ഇന്ത്യ ബൈ ആരാണ് മാർക്കറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. 2500 രൂപയാണ് MRP വന്നിരിക്കുന്നത്. എനിക്കൊന്ന് ആമസോണിനകത്ത് ശേഷം 2300 എങ്ങാണ്ട് പ്രൈസ് ഉണ്ട് ഈ ഒരു ഓവൽ ടൈപ്പ് സ്പീക്കറിന്. നമുക്ക് ലോക്കൽ മാർക്കറ്റ് ഏകദേശം അതൊരു പ്രൈസ് കൊടുത്ത് തന്നെ ഇത് മേടിക്കാൻ പറ്റുള്ളൂ. സോ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അവർ സീലിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നമുക്കിത് ബ്രേക്ക് ചെയ്ത് അൺബോക്സ് ചെയ്യാം. ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു, ഇവരുടെ പാക്കേജിങ് എനിക്ക് അത്ര ബെറ്റർ ആയിട്ട് തോന്നിയില്ല. കാര്യം തെർമോക്കോളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ബൈൻഡിനകത്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. സോ നമുക്കിത് എടുത്ത് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്തുണ്ടെന്ന് നോക്കാം. ആക്ച്വലി നമുക്ക് 2 സ്പീക്കറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ തന്നെ ഒരു വയറിംഗ് കിറ്റും കാര്യങ്ങളും നട്ടും ബോൾട്ടും സ്ക്രൂവും എല്ലാം അതിൽ വന്നിട്ടുണ്ട്. നമ്മുടെ വേൾടെക്കിൻ്റെ സ്പീക്കറിൻ്റെ കൂടെ കിട്ടിയ കണക്കുള്ള ഒരു വയറോ കാര്യങ്ങളൊന്നുമല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വയറാണ്, നല്ല ക്വാളിറ്റിയുള്ള നട്ടും ബോൾട്ടും ഒക്കെയാണ് വന്നിരിക്കുന്നത്. നട്ടും ബോൾട്ടുള്ള സ്ക്രൂ ആണ് വന്നിരിക്കുന്നത്, സ്റ്റാർ സ്ക്രൂ ആണ് വരുന്നത്. സോ നമുക്ക് സ്പീക്കേഴ്സ് എല്ലാം മാറ്റി വെച്ച് നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ ബോക്സ് എന്ന് പറയുമ്പോഴേക്കും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, തെർമോക്കോളോ കാര്യങ്ങളൊന്നുമില്ല. ഇത് തറയെ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം പോക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊന്നുകൂടെ ആ വയറിലേക്ക് നോക്കാം. അത്യാവശ്യം നല്ല വയറാണ്. ഞാൻ എടുത്ത് കാണിക്കുന്ന കാര്യം വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ അത് തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ കാറിലേക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ. അതല്ല വീട്ടിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്തിരി നല്ല ഗേജുള്ള വയർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പം നമുക്ക് വീട്ടിലേക്കോ കാറിലേക്കോ എവിടെയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇഷ്ടം കണക്ക് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇതാണ് ഇതിൻ്റെ ഒരു പാക്കേജ് എന്ന് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞത്, പാക്കേജിനകത്ത് അധികം അങ്ങോട്ട് ക്വാളിറ്റി ഇല്ല. തറയെ വീഡിയോ എടുത്തെറിയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. സോ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ സ്പീക്കേഴ്സ്. ബ്ലാക്ക് കളറാണ്. അതിനകത്തൊരു സിൽവർ പോലത്തെ ഒരു ബീഡിങ്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലുക്കുള്ളൊരു സ്പീക്കറാണ്. മാത്രമല്ല ഹമാൻ എന്ന ബ്രാൻഡ് കുറേ നാൾ മുന്നേ ഉള്ള ഒരു ബ്രാൻഡാണ്. അവർ തന്നെ ഇപ്പം കാർ സ്പീക്കേഴ്സും അതുപോലെ തന്നെ 4 ചാനൽ 2 ചാനൽ കാർ ആംപ്ലിഫയേഴ്സും ക്ലാസ് ഡി മോണോബ്ലോക്ക് ആംപ്ലിഫയേഴ്സ് അടക്കം ഒന്നിലധികം മോഡൽസ് ഒരുപാട് മോഡലുള്ള ആംപ്ലിഫയേഴ്സ് അവർക്കുണ്ട്. സോ നമ്മൾ സ്പീക്കറിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലുക്കുണ്ട് ഈ സ്പീക്കറിന്. നമുക്ക് കണ്ടാൽ മോശം പറയാനില്ല. അത് മാത്രമല്ല നല്ല രീതിയിലുള്ള ഒരു ഫിനിഷിംഗ് ഉണ്ട് ഇതിന്. നല്ല പെയിൻറ്റിംഗ് ആണ്. അതുപോലെ തന്നെ എന്താ പറയുക, നല്ല രീതിയിലുള്ള നെറ്റും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്. നമുക്ക് നെറ്റുകളൊക്കെ നോക്കിയാൽ തന്നെ അതിനകത്ത് പയനിയറിൻ്റെ ഒക്കെ ആ ഒരു ഇതിനകത്ത് കണ്ട ടൈപ്പ്, ആ ഒരു ടൈപ്പ് കോണാണ് ഇത് വന്നേക്കുന്നത്. ഡയഫ്രം എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഡയഫ്രമാണ്. ഒരു ചെറിയൊരു പരുക്കനായിട്ടുള്ള ഒരു ഡയഫ്രം പയനിയറിൻ്റെ ഒക്കെ ഓവൽ ടൈപ്പ് സ്പീക്കർ കണ്ടിട്ടുള്ള അതേ ഒരു ടൈപ്പ് ഡയഫ്രമാണ് വന്നേക്കുന്നത്. മേളിൽ 2 ട്യൂട്ടേഴ്സ് ഉണ്ട്, 2 മൈനാർ ഡോം ട്യൂട്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ താഴെ നമ്മുടെ ബേസിനുള്ള ഡ്രൈവേഴ്സും. ഫ്രണ്ട്സ്, നമ്മൾ സ്പീക്കറിലേക്ക് നോക്കുകയാണെങ്കിൽ റബ്ബർ എഡ്ജസ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ബേസ് റെസ്പോൺസിൽ നിന്ന് പ്രതീക്ഷിക്കാൻ. ഫ്രെയിമിലേക്ക് പോകുകയാണെങ്കിൽ പ്ലാസ്റ്റിക് എഡ്ജസ് പോലുള്ള ഒരു നട്ടും സ്ക്രൂ ചെയ്യുന്നിടത്ത്
നല്ല രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക് എഡ്ജ് ആ ഒരു ഫ്രെയിമിലേക്ക് അവർ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, അതായത് പ്രൈസിനകത്തൊരു ക്വാളിറ്റി ഇത് നമുക്ക് തരുന്നുണ്ട്. അത് മാത്രമല്ല മൈലാർ ഡോം ട്യൂട്ടേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പേപ്പർ ട്യൂട്ടേഴ്സ് അല്ല, പേപ്പർ കൊണ്ട് വരുന്ന ട്യൂട്ടേഴ്സ് അല്ല. അതുപോലെ തന്നെ ആകെ മൊത്തം നോക്കിയാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്പീക്കറാണ്. നമ്മളിപ്പോൾ ഇങ്ങനത്തുള്ള സ്പീക്കേഴ്സ് പരിചയപ്പെടുത്തുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ 2200, 2300 പ്രൈസ് റേഞ്ചിനകത്ത് സോണി, പനിയർ പോലെയുള്ള സെക്കൻഡ് ക്വാളിറ്റി സ്പീക്കേഴ്സ് മേടിക്കാതെ ഇതുപോലുള്ള കമ്പനികളുടെ സ്പീക്കേഴ്സ് മേടിക്കുന്നതായിരിക്കും നല്ലത്. സോ ഇതാണ് ഫ്രണ്ട്സ് എൻ്റെ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മാഗ്നറ്റാണ്. ആകെ മൊത്തം ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം ഈ ഒരു 2200 രൂപയ്ക്ക് കിട്ടുന്ന പൈനിയറിന് തന്നെ 2-3 ടൈപ്പ് ക്വാളിറ്റി സാധനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ പൈനിയർ അതുപോലെ നിങ്ങൾ ബ്രാൻഡഡിലേക്ക് നോക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഒറിജിനൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ അതല്ല, നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സ്പീക്കേഴ്സിലേക്ക് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ വേൾടെക്കിൻ്റെ കാർ സ്പീക്കറും അതുപോലെ ഹമാൻ്റെ കാർ സ്പീക്കറും തമ്മിൽ ജസ്റ്റ് ഒരു എന്താ പറയുന്നത്, ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇത് രണ്ട് ബ്രാൻഡിൻ്റെ സാധനങ്ങളാണ്, അതുപോലെ തന്നെ രണ്ടും ഒരേ പ്രൈസ് റേഞ്ച് വരുന്ന സാധനങ്ങളുമാണ്. രണ്ടിൻ്റെയും വില ഏകദേശം 2000-2300 രൂപയ്ക്കകത്ത് ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്ന കാർ സ്പീക്കേഴ്സാണ്. പക്ഷേ നമ്മൾ ക്വാളിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഹമാൻ്റെ ബിൽഡ് ക്വാളിറ്റിയെക്കാട്ടിലും കുറേ കൂടെ നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു വേൾടെക്കിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു പഴയ മോഡലാണ്, വർഷങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ്, അതാണ് പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ മോഡൽ ഇപ്പം വേറെ രീതിയിലാക്കിയാണ് വരുന്നത്. നമ്മൾ സ്പൈഡറിലോട്ടോ മാഗ്നറ്റിലേക്കോ എന്തോത്തിലേക്ക് നോക്കിയാലും കുറേ കൂടെ ക്വാളിറ്റി നമുക്ക് തോന്നുന്നത് വേൾടെക്കിനാണ്. വേൾടെക്കിൻ്റെ മാഗ്നറ്റ് മറ്റേ സ്ലൈറ്റ് ഡിഫറൻസ്, അധികം വലിപ്പം കൂടുതലില്ല, ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ശക്കലം കൂടെ വലുതാണ് ഹമാൻ്റെ ഈ ഒരു മാഗ്നറ്റിനെക്കാട്ടിലും. പക്ഷേ നമ്മൾ RMS വാട്ടേജിലേക്ക് പോകുകയാണെങ്കിൽ ഹമാൻ ഒരു പറയുന്നത് 100 വാട്ട്സാണ്, പക്ഷേ വേൾടെക്ക് പറയുന്നത് ഒരു 60 വാട്ട്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ വേൾടെക്കിനകത്ത് പവർ ഹാൻഡ്ലിംഗ് ശേഷി, അസാധ്യ ക്വാളിറ്റിയും പവർ ഹാൻഡ്ലിംഗ് ശേഷി കറക്റ്റാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും ഈ വേൾടെക്കാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ കംപ്ലയിൻസ് ഒന്നും വന്നിട്ടില്ല. ഹമാനും നല്ലൊരു ബ്രാൻഡാണ്. നിങ്ങൾക്ക് വേൾടെക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹമാൻ്റെ സ്പീക്കേഴ്സ് യൂസ് ചെയ്യാം. ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്, രണ്ടും ഒരേപോലൊക്കെ തന്നെയാണ് കേൾക്കുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്തിരിക്കുന്ന ഹമാൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ചെറിയൊരു കമ്പാരിസൺ, ഒരു ഓവറോൾ ലുക്കിലൊരു കമ്പാരിസണും ഞാൻ ചെയ്ത് നോക്കിയിട്ടെങ്കിൽ മനസ്സിലായ കുറച്ച് കമ്പാരിസൺ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കി നിങ്ങൾക്ക് സ്പീക്കർ സെലക്ട് ചെയ്യാം. സോ ഒരു 2500 രൂപയ്ക്ക് അകത്താണ് നിങ്ങൾ ഈ ഒരു ഓൾ ടൈപ്പ് സ്പീക്കേഴ്സ് സെലക്ട് ചെയ്യാൻ നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ 2 മോഡലാണ് ഈ 2 മോഡലുകൾ. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.